ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. താരനും മുടി കൊഴിച്ചിലൊക്കെ മൂലം ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? അതുപോലെ മുടിക്ക് ഉള്ളില്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്നവരാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. ഇതുപോലെ നമ്മുടെ മുടിക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാര മാർഗ്ഗമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ₹1 പോലും ചിലവില്ലാതെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് സെറാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയല്ലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞേരോ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എന്നാലാണ് ഞാൻ അടുത്തതായിട്ടിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ. നമ്മളുടെ ഈ ഒരു നാച്ചുറൽ ഹെയർ സെറം റെഡിയാക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉലുവ ഒന്ന് കുതിർത്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുള്ള ഉലുവയാണിത്. നമ്മളിതുപോലെ 1 ടീസ്പൂൺ ഉലുവയാണ് കുതിർത്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഉലുവ നമ്മളെ മുടിക്ക് ഒരുപാട് നല്ലതാണ്. മുടി വളരാനും അതുപോലെ താരനൊക്കെ പോകാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇപ്പം നല്ല ചൂടുള്ള കാലാവസ്ഥയാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് തലയ്ക്ക് നല്ലൊരു കൂളിങ് കിട്ടാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ തന്നെയാണ് ഉലുവ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉലുവ ആദ്യം ഒന്ന് കുതിർത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാത്രം എടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒന്ന് അളന്നൊഴിക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു സെറം റെഡിയാക്കാനായിട്ടുള്ള വെള്ളം നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ അളന്നെടുക്കുന്നത്. നമ്മൾ സാധാരണ ചായയൊക്കെ കുടിക്കാൻ എടുക്കുന്ന നോർമലായിട്ടുള്ള സൈസിലുള്ള ഒരു ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം അളന്നെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉലുവ കുതിർത്തിട്ടുള്ള വെള്ളം നമുക്ക് ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ബാക്കി നമ്മൾ വേറെ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഉലുവ കുതിർത്ത വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ഏകദേശം ഒരു 3/4 ഗ്ലാസ്സോളം വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 3/4 ഗ്ലാസ് വെള്ളം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ബാക്കി നോർമലായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 3/4 ഗ്ലാസ് ഉലുവ കുതിർത്തിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ബാക്കി ഒരു 3/4 ഗ്ലാസ് നോർമലായിട്ടുള്ള വെള്ളം കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉലുവയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ രാത്രി ഉലുവ കുതിർക്കാനായിട്ട് മറന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തയ്യാറാക്കുമ്പോൾ ഉലുവ ഡയറക്റ്റായിട്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മൾ ഇതിങ്ങനെ കുതിർത്ത് ചേർക്കുന്ന ഒരു റിസൾട്ട് കിട്ടില്ല കേട്ടോ. നമ്മൾ കുതിർത്ത് വരുമ്പോൾ തന്നെ ഇതിൻ്റെ കറക്റ്റ് ആ ഒരു എസൻസൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ കുതിർത്തെടുക്കുന്നത്. അപ്പോൾ കുതിർത്തെടുത്തില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ കുതിർത്തെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ മാക്സിമം രാത്രി കുതിർക്കാനായിട്ട് വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കറിവേപ്പിലാണ് കേട്ടോ. അപ്പം ഞാനിവിടെ നമ്മളെ കയ്യിൽ ഒരു പിടി അളവിനാണ് ഞാൻ കറിവേപ്പില എടുത്തിട്ടുള്ളത്. കറിവേപ്പില നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മൾ എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ കറിവേപ്പില എടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന നാടനായിട്ടുള്ള കറിവേപ്പില എടുക്കാം കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കറിവേപ്പിലയിൽ ഒരുപാട് കെമിക്കൽസും മരുന്നൊക്കെ അടിച്ചിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള നാടനായിട്ട് കിട്ടുന്ന കറിവേപ്പില എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് തിളപ്പിക്കാനായിട്ട് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കുന്ന വരെ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇനി അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തിളച്ച് വരും. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കാം. അങ്ങനത്തെ നമ്മൾ ഈ ഒരു വെള്ളം നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ചെറിയ തീയിലിരുന്നതൊന്ന് വറ്റി വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു കറിവേപ്പിലയുടെയും അതുപോലെ തന്നെ ഈ ഉലുവയുടെയും ഗുണങ്ങളൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് ചെറിയ തീയിൽ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളം ഏകദേശം വറ്റിയിട്ട് പകുതി ആവണം കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് തന്നെയാണ് ഇത് വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ പതിയെ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഏകദേശം പകുതിയായി മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒഴിച്ച വെള്ളത്തിൻ്റെ കറക്റ്റ് പകുതിയായി വന്നാൽ മതി. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ വെള്ളം ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഈ കറിവേപ്പിലയും ഉലുവയൊക്കെ ഒന്ന് ഇതിൽ നിന്ന് അരിച്ച് മാറ്റണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മളുടെ ഈ ഒരു സിറത്തിൻ്റെ കളറ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് കേട്ടോ. നല്ല അടിപൊളി കളറാണ്. പിന്നെ പ്രത്യേകിച്ച് ഇതിന് അങ്ങനെ കുത്തണ സ്മെല്ല് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാനായാലും ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇത് നമ്മൾ സിറം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതുപോലുള്ളൊരു സ്പ്രേ ബോട്ടിലേക്കാണ് കേട്ടോ ഈ ഒരു സിറം ആക്കാൻ പോണത്. ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ഇതുപോലത്തെ സ്പ്രേ ബോട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഒരുപാട് വിലയൊന്നുമില്ല. ഞാനിത് 40 രൂപയ്ക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ളൊരു സ്പ്രേ ബോട്ടിലാണ്. പിന്നെ ഇതിൻ്റെ ചെറിയ സൈസിലുള്ളത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടോ.
ഇതുപോലത്തെ സ്പ്രേ ബോട്ടിൽ നമ്മൾ ഈ ഒരു സിറം ആക്കി വെക്കുകയാണെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ സ്പ്രേ ബോട്ടിൽ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും പഴയ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്താലും മതി. ഇനി നമ്മൾ ഈ ഒരു സ്പ്രേ ബോട്ടിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള നമ്മളെ സിറം ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് സിറം നമുക്ക് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഏകദേശം ഈ ഒരു ബോട്ടിലിൻ്റെ ഒരു പകുതി ഭാഗത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഏകദേശം ഒരാഴ്ച യൂസ് ചെയ്യാനുള്ള സിറം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരാഴ്ചത്തേക്കൊക്കെ തയ്യാറാക്കിയാൽ മതി. ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കേണ്ട കേട്ടോ. നമ്മൾ ഒരാഴ്ചത്തേക്കുള്ളത് ഇതുപോലെ തയ്യാറാക്കിയാൽ മതി. ഈ പറഞ്ഞ അളവിൽ ഇതുപോലെ തയ്യാറാക്കിയാൽ നമുക്ക് ഏകദേശം ഒരാഴ്ച യൂസ് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇത്ര കേട്ടോ, വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് സെറാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഡെയിലി നമ്മളെ തലയോട്ടിയിൽ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മുടി നമ്മൾ നീക്കി നമ്മുടെ തലയോട്ടിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കുളിക്കുന്നതിനൊക്കെ 1 മണിക്കൂർ മുമ്പൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച യൂസ് ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ എല്ലാവരും ഫീഡ്ബാക്സും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെയും നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.